ദേശാഭിമാനി മുഖപ്രസംഗം 2025 ജനുവരി 18. നവകേരളത്തിന്റെ മാർഗരേഖ. പിറന്നു വീഴുന്ന കുഞ്ഞു മുതൽ വയോധികർ വരെയുള്ളവരുടെ ജീവിതത്തിനു മേലുള്ള ആർദ്രമായ സ്പർശം. അതിദരിദ്രരും സ്ത്രീകളും ന്യൂനപക്ഷങ്ങളും ട്രാൻസ്ജെൻഡർമാരും ഭിന്നശേഷിക്കാരും എല്ലാ പാർശ്വവൽകൃതരും അടങ്ങുന്ന വലിയ വിഭാഗത്തിന്റെ ആകെ ജീവിതത്തിനോടുള്ള കരുതൽ. ഏറ്റവും ആധുനികമായ വിദ്യാഭ്യാസ സൗകര്യവും അനന്യമായ ആരോഗ്യ സംരക്ഷണവും. വീടില്ലാത്തവർ എന്ന ദുരവസ്ഥയെ ദൂരീകരിക്കൽ. ഭൂരഹിതരില്ലാത്ത നാട് എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര. വിജ്ഞാന സമ്പദ്ഘടനയെ അടിസ്ഥാനമാക്കിയുള്ള നവകേരളമെന്ന അനതിവിദൂര സ്വപ്നം. മാലിന്യ നിർമ്മാർജ്ജനമെന്ന അകലെയല്ലാത്ത ലക്ഷ്യം. അടിസ്ഥാന സൗകര്യ വികസനവും വ്യവസായ വികസനവും IT വികസനവും ടൂറിസം മേഖലയുടെ കുതിപ്പും തൊഴിലവസര സൃഷ്ടിയും ഡിജിറ്റൽ വിടവിൻ്റെ പരിഹാരവുമൊക്കെ പ്രതിജ്ഞാബദ്ധതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങളായ ജനാധിപത്യവും മതനിരപേക്ഷതയും സോഷ്യലിസവും ഉയർത്തിപ്പിടിക്കുമെന്ന ഉറപ്പും. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം അതുകൊണ്ടുതന്നെ നവകേരളത്തിൻ്റെ രൂപരേഖയാണ്. 2ാം പിണറായി സർക്കാരിൻ്റെ 3 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ സമഗ്രമായ ലിഖിത രൂപം എന്നതിലുപരി വരും നാളുകളിൽ കേരളം സമഗ്ര വികസനത്തിലേക്ക് കുതിക്കാൻ പോകുന്നതിൻ്റെ മാർഗരേഖ കൂടിയാകുന്നു അത്. പുതിയ ഗവർണർ സ്ഥാനമേറ്റ് ആഴ്ചകൾക്കുള്ളിൽ നടത്തിയ പ്രഥമ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞുമുറുക്കുന്ന കേന്ദ്ര സമീപനം ഉത്കണ്ഠാജനകമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. റവന്യൂ വരുമാനം സമാഹരിക്കാനും ചെലവ് യുക്തിസഹമാക്കാനുമുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുമ്പോഴും കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക കൈമാറ്റത്തിലെ വിഹിതത്തിൽ കുറവുണ്ടാകുന്നത് മൂലം സംസ്ഥാനം പണഞ്ഞെരുക്കം നേരിടുന്നെന്ന വിമർശം ഗവർണർ ഉന്നയിച്ചു. സ്വന്തമായി റവന്യൂ വരുമാനം സ്വരൂപിക്കാൻ എൻ്റെ സർക്കാർ ആത്മാർത്ഥ ശ്രമങ്ങൾ നടത്തുമ്പോഴും GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിലൂടെയും കുറഞ്ഞുവരുന്ന റവന്യൂ കമ്മി ഗ്രാൻറ്റിൻ്റെയും ഫലമായി കേരളം സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നു എന്നും ഇന്നാട്ടിൽ ജനിച്ചു എന്നതിൽ ഓരോ കേരളീയനും അഭിമാനം തോന്നുന്ന നേട്ടങ്ങളുമാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ വികസന പന്ഥാവ് ലോകമെമ്പാടുമുള്ള പണ്ഡിതരുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതാണെന്നും നമ്മുടെ നേട്ടങ്ങൾ രാജ്യത്തും വിദേശത്തും പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ടെന്നും ഗവർണർ പ്രസംഗത്തിൽ അടിവരയിടുന്നുണ്ട്. പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് ലക്ഷ്യം നേടിയെടുക്കാൻ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കുന്നെന്നും ഗവർണർ അഭിനന്ദിക്കുന്നുണ്ട്. എൻ്റെ സർക്കാർ ഉയർന്ന നിലവാരത്തിലുള്ള ഭൗതിക അടിസ്ഥാന സൗകര്യം, വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ സമ്പദ്ഘടന, നിലവാരമുള്ള ആരോഗ്യവും വിദ്യാഭ്യാസവും, എല്ലാവർക്കും ഭവനമെന്ന ഉറപ്പ്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു നവകേരള നിർമ്മാണമെന്ന അതിൻ്റെ ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത അരക്കിട്ടുറപ്പിക്കുന്നു. ഗവർണറുടെ പ്രസംഗത്തിൽ പിണറായി സർക്കാരിൻ്റെ ലക്ഷ്യങ്ങൾ ലളിതമായി നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. സാമൂഹ്യ വികസന സൂചികകളിൽ മറ്റ് സംസ്ഥാനങ്ങളെ അസൂയപ്പെടുത്തുന്ന നേട്ടമാണ് കേരളത്തിൽ. രാജ്യത്തെ തന്നെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമെന്ന ഖ്യാതിയും കേരളത്തിന് തന്നെ. പൊതുപ്രവർത്തനവും സിവിൽ സർവീസും അങ്ങേയറ്റം അഴിമതിഗ്രസ്തമായ രാജ്യത്ത് കേരളം തലയുയർത്തി നിൽക്കുന്നതും എല്ലാ പരിമിതികളെയും അതിജീവിച്ച് വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിൽ മുന്നേറുന്നതും ഇടതുപക്ഷ സർക്കാരുകൾ ഭരിച്ചതുകൊണ്ട് മാത്രമാണ്. 1957 EMS സർക്കാർ മുതൽ 2ാം പിണറായി സർക്കാർ വരെയുള്ള ഇടതുപക്ഷ സർക്കാർ കൈക്കൊണ്ട ഭാവനാപൂർണമായ നടപടികളുടെ ഫലമാണിത്. ശാക്തീകരിക്കപ്പെട്ട ഒരു ജനതയെ സൃഷ്ടിക്കാൻ കേരളത്തിനായി എന്നത് തന്നെയാണ് ഈ ഇടപെടലുകളുടെ അന്തിമ ഫലം. പൊതുസേവകർ മുഖേന സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ അവകാശങ്ങളാണെന്നും ഔദാര്യമല്ലെന്നും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ശാക്തീകരിക്കാനും കഴിഞ്ഞതിനെ ഗവർണർ എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്. 4,24,800 കുടുംബത്തിന് സുരക്ഷിത ഭവനം തീർത്തു. 1,13,718 വീടൊരുക്കാൻ കരാറായി. മൊത്തം 5,38,518 കുടുംബത്തിനാണ് ഈ സർക്കാർ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. സുരക്ഷിത ഭവനം അടിസ്ഥാന മനുഷ്യാവകാശമായി അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചത് ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. 64,006 കുടുംബം അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കണ്ടെത്താനും അവരെ സുസ്ഥിര രീതിയിൽ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നടപടി സ്വീകരിച്ചതും ഭൂരഹിതരില്ലാത്ത കേരളമെന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനത്തെയും 3 വർഷത്തിൽ 1,80,887 കുടുംബത്തിന് പട്ടയം നൽകിയതും ചരിത്ര നേട്ടത്തിൻ്റെ ഗണത്തിലാണ് ഗവർണർ ഉൾപ്പെടുത്തുന്നത്.